ദേശാഭിമാനി പത്രത്തിൻ്റെ പ്രവർത്തകനായിട്ട് തിരുവനന്തപുരത്ത് തുടങ്ങി ബഹുമാനപ്പെട്ട കെ മോഹനൻ്റെ നേതൃത്വത്തിൽ, അത് കഴിഞ്ഞ് എറണാകുളത്ത്, ആലപ്പുഴയിൽ, കൊല്ലത്ത് ഒക്കെ പ്രവൃത്തിയെടുത്ത് അതിനിടയിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള പത്രപ്രവർത്തകന്മാരോട് കൂടെ പെരുമാറുകയൊക്കെ ചെയ്ത് ഒടുവിൽ അഴിമുഖത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ജീവിതത്തിന് അത്രയേറെ വളരെ വലിയ ചാരിതാർത്ഥ്യത്തിന് അവകാശമില്ല. വളരെ പ്രമുഖമായിട്ടുള്ള ഏതെങ്കിലും സ്റ്റോറിയൊക്കെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്ത് ആ തരത്തിലുള്ള ഒരു ത്രില്ലടിച്ച വർത്തമാനം പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഉണ്ടായിട്ടില്ല. പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ സർഗജീവിതത്തിന് അത് വളരെ കൂടുതൽ സഹായകമായി എന്നുള്ളത് നേരായ കാര്യമാണ്. എന്തെന്നാൽ ഞാൻ ആലപ്പുഴ ദേശാഭിമാനി പത്രത്തിൻ്റെ ലേഖകനായിരിക്കുമ്പോഴേ ആ ആലപ്പുഴയുടെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ ഒരു പത്രപ്രവർത്തകൻ കടന്നു ചെല്ലുന്നത്. രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ചെന്നത്. ഈ കയ്യും കാലുമൊക്കെ വിണ്ടുകീറി വിരലുകളറ്റ നിരപരാധികളായ സഹോദരങ്ങളുടെ മുൻപിൽ, ആണും പെണ്ണുമടങ്ങുന്ന സഹോദരങ്ങളുടെ മുൻപിൽ എന്താണ് ഇവർക്ക് മുൻപിൽ പ്രതികരിക്കേണ്ടത് എന്നറിയാതെ സങ്കടത്തോടെ ആ ലെപ്രസി സാനിറ്റോറിയത്തിലെ വാർഡുകളിലൂടെ കടന്ന് അവരുടെ താമസ സ്ഥലങ്ങളിലൂടെ എല്ലാം കടന്ന് മടങ്ങി വരുമ്പോൾ വി കേശവൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ എന്നെ നയിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ആ നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ അവിടെ വെച്ച് ചില ആളുകൾ പറഞ്ഞ കഥകൾ, ഈ കുഷ്ഠരോഗമാണ് എന്നറിഞ്ഞപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ച പ്രിയപ്പെട്ടവളെ നിഷ്കരണം ഉപേക്ഷിച്ച കാമുകനായ ഭർത്താവ്, മക്കൾ അമ്മയുടെ കൂട്ടത്തിൽ ജീവിക്കാൻ നിയോഗമില്ലാതെ തന്നെ വേർപെട്ടുപോയ പിഞ്ചുമക്കൾ, വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട രക്ഷിതാക്കന്മാർ, മക്കളെ പിറപ്പിച്ച് വളർത്തിയെടുത്ത് ജീവിതകാലം മുഴുവൻ അവർക്ക് വേണ്ടിയിട്ട് ഉഴുത് അവസാനം തേവിത്താണ കുളം പോലെയായി തീർന്ന പാവപ്പെട്ട രക്ഷിതാക്കളെ കുഷ്ഠരോഗിയായി കഴിഞ്ഞപ്പോൾ നിഷ്കരണം ഉപേക്ഷിക്കുന്ന യുവാക്കന്മാരെ, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നിറഞ്ഞതായിരുന്നു നൂറനാട് ലെപ്രസി സാനിറ്റോറിയത്തിൻ്റെ അകത്തുനിന്ന് കിട്ടിയ ഉൾവെളിച്ചം. അതൊക്കെ പലതും പിന്നീട് കവിതയാക്കി മാറ്റുന്നതിന് എനിക്ക് കഴിഞ്ഞു. സുകുമാരക്കുറുപ്പിനെ ആദ്യമായിട്ട് നേരിൽ കണ്ട പത്രപ്രവർത്തകന്മാരിൽ ഒരാൾ ഞാനാണ്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ കൃത്യമായിട്ട് പത്രപ്രവർത്തന രംഗത്ത് ചെയ്തു. സ്പിരിറ്റ് കുംഭകോണം എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ആത്മാവിനെ വല്ലാതെ വേട്ടയാടിയ കൊടുങ്കാറ്റിൻ്റെ ചിറകുകൾക്കാദ്യമായി തിരികൊളുത്തിയത് എൻ്റെ ഒരു ചെറിയ റിപ്പോർട്ടാണ് പത്രത്തിലൊരു പടത്തോടു കൂടി. അതിങ്ങനെ ഹരിപ്പാട്ട് വേറെ ഒരു യാത്രക്കിടയിൽ വീണ് കിട്ടിയ ഒരു സൗഭാഗ്യമായിരുന്നു. അത് വന്ന് നോക്കി എഴുതി ദേശാഭിമാനി പത്രത്തിൽ ഫോണിലൂടെ അലറി വിളിച്ചു കൊടുക്കുകയാണെന്നത്തെ രീതി. അതെല്ലാം കൊടുത്ത് പടം പിന്നീട് വണ്ടിക്ക് പുറകെ അയക്കും. അത് കണ്ടക്ടർമാരുടെ കാരുണ്യമനുസരിച്ചാണ് അവിടെ കിട്ടുന്നത്. അതെല്ലാം കഴിഞ്ഞാൽ പത്രത്തിൽ പിറ്റേ ദിവസം വാർത്തയും പടവും വന്നപ്പോൾ പതിവ് പോലെ തന്നെ ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയായതുകൊണ്ട് ബൈലൈൻ ഉണ്ടായിരുന്നിട്ട് പോലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. ആ വാർത്തയിലെ ഉള്ളടക്കം വെച്ചുകൊണ്ട് ലേശം ചില പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ചുകൊണ്ട് മലയാളത്തിലെ ഒന്നാം നിരയിലുള്ള 2 പത്രങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ ലേഖകൻ വളരെ ചമൽക്കാര ഭംഗിയോടെ ആ വാർത്ത പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ദേശീയ പത്രത്തിൽ അച്ചടിച്ചു വന്നു. അപ്പോൾ എൻ്റെ കോർട്ടിൽ നിന്ന് പന്ത് അപ്പുറത്തേക്ക് പോയി. അങ്ങനെ സ്പിരിറ്റ് കുംഭകോണത്തിൻ്റെ ആദ്യത്തെ വാർത്ത പ്രസിദ്ധീകരിച്ചയാൾ എന്നെനിക്ക് കിട്ടേണ്ടിയിരുന്ന ക്രെഡിറ്റ് കിട്ടാതെ പോയി എന്നുള്ളത് സങ്കടത്തോടെ ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നോക്കുമ്പോൾ അതിനകത്ത് സങ്കടമൊന്നുമില്ല. കാരണം പത്രപ്രവർത്തകനാകുവാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരണ സ്വാതന്ത്ര്യം തന്നെയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന കുമാരനാശാൻ്റെ വരികൾ ജീവിതവ്രതമായി ഏറ്റെടുത്ത് നടക്കുമ്പോഴേ സാമ്പത്തികമായി അത്രയൊന്നും മെച്ചമല്ലാത്ത ഒരിടത്തരം കുടുംബത്തിൽ നിന്ന് MA BEd പാസ്സായി വന്ന ചെറുപ്പക്കാരൻ നല്ലൊരു ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു രക്ഷിതാക്കളുടെ ന്യായമായ മോഹം. എങ്കിലും ഞാൻ സ്വാതന്ത്ര്യത്തെ വരിച്ചതുകൊണ്ട് എൻ്റെ വീട്ടിലെ പ്രത്യേകമായ രാഷ്ട്രീയാന്തരീക്ഷം ദേശാഭിമാനി പത്രത്തിൽ ചേരുന്നതിന് തടസ്സപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ധാരാളമായിട്ട് ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പൂർവാശ്രമം ആയിട്ടുള്ള സംഘടന, ആ സംഘടനയുടെ ഒരു പ്രവർത്തകനായി കോട്ടയത്ത് പണിയെടുക്കുമ്പോഴേ അന്ന് NBSൽ ജോലിയാണ്, നാഷണൽ ബുക്ക് സ്റ്റാളിൽ ചെറിയ ജോലിയാണ്.
അപ്പോഴാണ് EMS നമ്പൂതിരിപ്പാട് കോട്ടയത്ത് ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്നു. എൻ്റെ മനസ്സിലെ ആരാധനാ വിഗ്രഹങ്ങളിൽ വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു രൂപമാണല്ലോ EMS അന്നും ഇന്നും എന്നും. അതുകൊണ്ട് ഈ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകനായ എന്നെ ആ സെമിനാറിൽ സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. പിറ്റേ ദിവസം എല്ലാ പത്രങ്ങളും വളരെ കാര്യമായിട്ട് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് EMS പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടാണ്. ആ EMSൻ്റെ തണൽ പറ്റി എൻ്റെ പേരും വാർത്തയിൽ വളരെ ചെറുതായിട്ടുണ്ടായിരുന്നു. സ്വാഗതം പറഞ്ഞത് ഡാഷ്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാന പത്രത്തിൽ അത് പിറ്റേ ദിവസം ചുവന്ന മഷി കൊണ്ട് എൻ്റെ പേരിൻ്റെ താഴത്ത് വരച്ച് പ്രമുഖനായ ഒരു സാംസ്കാരിക നായകൻ വളരെ കൃത്യമായിട്ട് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ അന്നത്തെ സെയിൽസ് വിഭാഗം മാനേജറുടെ അടുത്ത് കൊണ്ടുചെന്നു. നിങ്ങൾ വളരെ കാരുണ്യത്തോടുകൂടി NBSൽ ജോലിക്ക് കയറ്റിയ ചെറുപ്പക്കാരൻ ഇത്തരം വേണ്ടാതനങ്ങളാണ് കാണിക്കുന്നത്. പച്ച ജീവനോടെ മനുഷ്യനെ ബസ്സിനകത്തിട്ട് കത്തിക്കുന്നവരുടെ പാർട്ടിയുടെ വക്താവായിട്ട് അയാൾ സ്വാഗതം പറയാൻ പോയിരിക്കുന്നു. ഇയാളെ വെച്ചു പുലർത്താൻ ബുദ്ധിമുട്ട്. എന്തിനേറെ 3 മാസം തികയുന്നതിന് 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ നിഷ്കരുണം എന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു NBSൽ നിന്ന്. അതിന് മധുരമായ ഒരു പ്രതികാരം എന്ന് ഞാൻ പറയുന്നില്ല. ചരിത്രത്തിൻ്റെ ഒരു നിയോഗം, കാലത്തിൻ്റെ ഒരു ചുവരെഴുത്ത് എന്നതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട G. സുധാകരൻ സഹകരണ വകുപ്പിൻ്റെ മന്ത്രിയായി കേരളത്തിൽ വരുമ്പോൾ ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് എന്നെ തിരഞ്ഞെടുത്തു എന്ന് തന്നെയല്ല, അടുത്ത വർഷം ആ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസാധക സ്ഥാപനമായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായി എന്നെ അവരോധിക്കുകയും ചെയ്തു. 5 വർഷം പൂർത്തിയായപ്പോൾ ചുമതലപ്പെട്ടവർ പറഞ്ഞു, 5 വർഷം കൂടി നോക്കുക, യാതൊരു പരാതിയും ഒരു കോണിൽ നിന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ 2ാമത്തെ ഊഴവും പൂർത്തിയാക്കാൻ വേണ്ടി നിൽക്കുമ്പോഴേ ഇത് അഭിമാനകരമായ ഒരു പ്രതികാരം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്നെ പറഞ്ഞു വിടുന്നതിന് നേതൃത്വം കൊടുത്ത ആളുകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും, ചിലർ മരിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്നതാണ് പത്രപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്നറിയുന്നത് കൊണ്ട് ദേശാഭിമാനി പത്രത്തിലേക്ക് വിളിച്ചത് സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടാണ്. അതെൻ്റെ കേമത്വം കൊണ്ടൊന്നുമില്ല. കാരണം പരിമിതമായ ശമ്പളവും വേതന സേവന വ്യവസ്ഥകളും ഉള്ളൊരു പത്രത്തിലേക്ക് അന്നൊരാളെ കിട്ടണമെങ്കിൽ വളരെ കടുത്ത രാഷ്ട്രീയ ബോധമോ രാഷ്ട്രീയ പ്രതിബദ്ധതയോ ഉണ്ടാവണം. ഞാൻ തിരുവനന്തപുരത്ത് ട്രെയിനിങ് കോളേജിലെ B.Edന് പഠിക്കാൻ വേണ്ടി വരുമ്പോഴേ അന്നേരത്തേക്കും എൻ്റെ ചില കവിതകളൊക്കെ ദേശാഭിമാനി വാരികയിൽ അച്ചടിച്ചു വന്നതിന് ചിലത് വളരെ നല്ല കുറിപ്പുകളൊക്കെ ഉണ്ടായി. അതിൽ അരിവാളിൻ ചുണ്ടിലെ ചിരിചുവക്കും എന്ന് പറയുന്ന ആദ്യകാലത്തെ എൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ട കവിത, ചോര കൊണ്ട് വളരെ കൃത്യമായി അലങ്കരിക്കപ്പെട്ട കവിതയാണത്. കുട്ടനാട്ടിലെ സഹദേവൻ എന്ന് പറയുന്ന ഒരാൾ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ രക്തസാക്ഷിയായതിനെക്കുറിച്ചുള്ള ആ സഹദേവൻ്റെ ഭാര്യയെ മുൻനിർത്തിയുള്ളൊരു കവിതയാണ്. കൽക്കത്തയിൽ നിന്ന് അന്നത്തെ കൽക്കത്ത മേയറായിരുന്ന പ്രശാന്ത് സൂറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം എഴുത്തുകാർ അന്ന് കേരളത്തിൻ്റെ മണ്ണിൽ പര്യടനം നടത്തുന്നു. അച്യുതമേനോൻ ഗവൺമെൻറ്റിൻ്റെ കാലമാണ്. പറാലിലും ചെറുകാലിക്കായലിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും ചെറിയനാട്ടുമൊക്കെ വ്യാപകമായ പോലീസ് ഗുണ്ടാമർദ്ദനങ്ങൾ നടക്കുന്ന കാലത്ത് അത് നേരിട്ട് കണ്ടറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക സംഘം ബംഗാളിൽ നിന്ന് വരുമ്പോൾ, കൽക്കത്തയിൽ നിന്ന് വരുമ്പോൾ അവരെ കൊണ്ടു നടക്കാനും സഹായിക്കാനും പരിഭാഷപ്പെടുത്താനും ഒക്കെ വേണ്ടി കേരളത്തിലെ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ കുറേ പ്രവർത്തകന്മാർ, ഞങ്ങൾ ചില ആളുകൾ തയ്യാറായി. ഞങ്ങളെ നയിച്ചത് അന്ന് ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരുന്ന MN കുറുപ്പും കോട്ടയത്തെ ശ്രീരേഖയും മറ്റുമായിരുന്നു. അവിടെ പോയി വന്ന വെളിച്ചത്തിൽ എഴുതിയ കവിതയാണ് അരിവാളിൻ ചുണ്ടിലെ ചിരിചുവക്കും. ഈ കവിത ദേശാഭിമാനി വാരികയിൽ MN കുറുപ്പിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ പത്രാധിപരുടെ വളരെ സുവിശദമായ ഒരു കുറിപ്പ്, വളരെ നല്ലൊരു കുറിപ്പോടുകൂടി ആ കവിത വരുമ്പോൾ ഇടതുപക്ഷ ചേരികളിൽ പുരോഗമന വേദികളിൽ വ്യാപകമായി കേരളത്തിൻ്റെ മണ്ണിലെങ്ങനെ പൂത്തു തെഴുത്തു നിൽക്കുന്ന ഒരവസ്ഥ ആ കവിതയ്ക്കുണ്ടായി. ഇവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ആ കവിതയെല്ലാം വായിച്ചങ്ങനെ ആവേശം കൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന EMS നമ്പൂതിരിപ്പാട് നല്ല വായനക്കാരനും ചിന്തകനും കൂടി ആയതുകൊണ്ട് എൻ്റെ ഈ കവിത ദേശാഭിമാനി വാരികയിൽ വന്ന ഇപ്പോഴത്തേക്ക് ഒരു 5-6 കവിതകൾ പ്രസിദ്ധീകരിച്ചു. ഒക്കെ കാരണക്കാരൻ ശ്രീരേഖയാണ്. അക്ഷരത്തെറ്റും വ്യാകരണപ്പശവും ഒക്കെ തിരുത്തിയിട്ട് കവിത എങ്ങനെ എഴുതണം എന്ന് എന്നെ പഠിപ്പിക്കുന്ന ആദ്യത്തെ ഗുരു ശ്രീരേഖയാണ്.
ആ കവിതകൾ വ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ EMS തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ ഈ കവി പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സഖാവ് CP നാരായണനെ പറഞ്ഞയച്ചു. അയാൾ ദേശാഭിമാനി വാരിക പത്രത്തിലേക്ക് തിരുവനന്തപുരം ബ്യൂറോയിൽ പണിയെടുക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. വന്നു ചോദിച്ചു. അപ്പോൾ വൈദ്യൻ ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് തന്നെ എന്നൊരു അനുഭവം വളരെ പെട്ടെന്നുണ്ടായിട്ട് ഉടൻ തന്നെ 2 കൈയും നീട്ടി ആ വാഗ്ദാനം. അന്ന് 150 രൂപ, 152 രൂപ, 2 രൂപ ചായ കുടിക്കാനും 150 രൂപ ശമ്പളവും. ഇത് മാത്രമാണ്. അങ്ങനെ ആ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോയിൽ ബഹുമാനപ്പെട്ട K. മോഹനൻ്റെ കീഴിൽ പണിയെടുക്കാൻ ചെന്നു. അദ്ദേഹമാണ് പത്രപ്രവർത്തന രംഗത്ത് എൻ്റെ ഗുരു. പിറ്റേ ദിവസം മുടക്കമുണ്ടായി. K. മോഹനൻ വന്നില്ല. അതിനു പകരം അച്യുതമേനോൻ്റെ അനന്തരവൻ ചേലാട്ട് സുരേന്ദ്രൻ എന്നയാൾ. ആദ്യത്തെ വാർത്തകളൊക്കെ എന്നെ എഴുതിച്ചത് അദ്ദേഹമാണ്. പത്രാധിപരായിരുന്ന P. ഗോവിന്ദപിള്ള കൂടെ വന്ന് ഉപദേശിക്കും, പറഞ്ഞു തരും. ആ ഗോവിന്ദപിള്ളയുടെ കൂടെ സാംസ്കാരിക പരിപാടികളിലുള്ള യാത്ര കൂടിയാകുമ്പോൾ വളരെ കൃത്യമായിട്ട് ഞാനൊരു ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി പഠിക്കേണ്ട ഭാഗ്യവും ഉണ്ടായില്ല, ദൗർഭാഗ്യവും ഉണ്ടായില്ല. എന്നിട്ടും ഗോവിന്ദപിള്ളയെ പോലെയുള്ള ആളുകൾ പഠിപ്പിച്ച പ്രായോഗിക വിജ്ഞാനത്തിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ടാണ് പത്രപ്രവർത്തനം നടത്തിയത്. അങ്ങനെ പത്രപ്രവർത്തകനായിട്ടങ്ങനെ തിരുവനന്തപുരത്ത്, അവിടെ നിന്ന് 1 വർഷം കഴിയുമ്പോൾ എറണാകുളത്ത്, അത് കഴിഞ്ഞ് പിന്നെ എറണാകുളത്ത് ബ്യൂറോയിലേക്ക് ഡെസ്കിലേക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക്, വീണ്ടും തിരുവനന്തപുരത്തു നിന്ന് കൊല്ലത്തുനിന്ന് വീണ്ടും തിരുവനന്തപുരത്ത് ദേശാഭിമാനി വാരാന്തപ്പതിപ്പിൻ്റെ പത്രാധിപരായി 10 കൊല്ലക്കാലം. ഈ 10 കൊല്ലക്കാലം എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ ജോലിയായിരുന്നു. കാരണം കഥയും കവിതയും നാടകവും സിനിമാ വാർത്തകളും ഒരുപാട് നടികളുടെ സ്റ്റില്ലും നടന്മാരുടെ ചിത്രവും. അങ്ങനെ ആ വാരാന്തപ്പതിപ്പിൻ്റെ പത്രാധിപരായി അന്ന് ഇരുന്ന കാലത്ത് ഒരുപാട് പുതുമുഖങ്ങളായിട്ടുള്ളവരെ എൻ്റെ കൈകൊണ്ട് പ്രോത്സാഹിപ്പിച്ച് അവരുടെ ആദ്യത്തെ കഥ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കിട്ടിയപ്പോൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് അതെല്ലാം കഴിഞ്ഞ് അവർക്ക് ആദ്യത്തെ പ്രതിഫലം 150 200 രൂപയൊക്കെ ഞങ്ങളുടെ സാമ്പത്തിക പരിമിതിയൊക്കെ വെച്ചുകൊണ്ട് ഇതെല്ലാം കൊടുത്തങ്ങനെ വളർന്നു വന്ന് ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് ഇലവിരിഞ്ഞു നിൽക്കുന്ന ചില ആളുകളുണ്ട്. പക്ഷേ ഒരൊറ്റയാളും പിന്നീട് ഇങ്ങനെ ഒരാളാണ് ഇയാളുടെ ആദ്യത്തെ കഥയോ കവിതയോ പ്രസിദ്ധീകരിച്ചതെന്നുള്ളത് മിണ്ടിയിട്ടില്ല. ശ്രീകണ്ഠൻ കരിക്കകം പോലെയുള്ള ചില ആളുകൾ കൃതജ്ഞതയോടെ അത് ഓർമ്മിക്കുന്നതുമുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ പത്രപ്രവർത്തക ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഏകദേശം ഉണ്ടാവുന്നത്. ഒറ്റ വാക്കിൽ ചുരുക്കിയാൽ ഇതെല്ലാം അവിടെ നിന്നൊക്കെ കിട്ടിയ അനുഭവ സമ്പന്നതകൾ, കണ്ണീരും ചോരയും കിനിയുന്ന ക്രിയാപരിഷദങ്ങൾ, അത് എനിക്ക് കൂടുതൽ കവിതയിലേക്കുള്ള ഊർജ്ജസ്രോതസ്സായി മാറി എന്നുള്ളത് നേരാണ്. അരിവാളിൻ ചുണ്ടിലെ ചിരിചുവക്കും പോലെയുള്ള പോരാട്ട കവിതകൾ എഴുതി വന്ന് തിരുവനന്തപുരത്തേക്ക് പത്രപ്രവർത്തകനായി വന്ന് SR ശക്തിധരൻ്റെ കീഴിൽ അങ്ങനെ പണിയെടുക്കുമ്പോഴാണ് കേരളകൗമുദിയിലെ NRS ബാബു എന്നെ വിളിച്ച് പ്രസ് റൂമിൽ വെച്ച് വിളിച്ചിട്ട് പറഞ്ഞു, കവിതയിൽ നല്ല സ്പാർക്കുണ്ട്, ശ്രമിച്ചാൽ നല്ല കവിയായിട്ട് വളരാം. അതുകൊണ്ട് ഈ ചോരയും ചുവപ്പും മാത്രം എഴുതുന്ന പോരാ, അത് എഴുതുന്നതിൽ തെറ്റില്ല, പക്ഷേ കുറേ കൂടി ആഴത്തിൽ ദാർശനികമായ ഗരിമയുള്ള കവിതകൾ എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പരിശ്രമിച്ചിരുന്ന് ഒരാഴ്ചക്കാലം കൊണ്ട് ഒരു കവിത എഴുതി, ഇന്ദ്രപക്ഷം. അത് NRS ബാബു വാങ്ങിച്ചു കൊണ്ടുപോയി ജയചന്ദ്രൻ നായർ ഏൽപ്പിച്ചങ്ങനെ കലാകൗമുദിയുടെ താളിൽ വളരെ ഭംഗിയായിട്ട് അച്ചടിച്ച് വന്നു. ഒരു ചലനവും കേരളത്തിൽ ആ കവിത ഉണ്ടാക്കിയില്ല. അതിൻ്റെ പുറകെ 2-3 കവിതയെ കൂടി എഴുതി, ഒരു ചലനവും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടും കൽപ്പിച്ച് കണ്ണടച്ച് ഒരേറായിരുന്നു നീലി എന്ന കവിത. ആ കവിത എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ വന്നത് ദൂരദർശനിലെ കവിയരങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചിരിക്കുന്നു. ONV അടക്കമുള്ള 1ാം നിരക്കാർ പങ്കെടുക്കുന്ന കവിയരങ്ങായതുകൊണ്ട് മോശമാകരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് ധ്യാനമനന നിരീക്ഷണ പരീക്ഷണങ്ങൾക്കു ശേഷം ഒരുപാട് കാലമായി മനസ്സിൽ കിടക്കുന്ന കള്ളിയങ്കാട്ടെ കറുത്ത നീലിയെക്കുറിച്ചുള്ള ചിന്ത, താളാത്മകമായ കവിത, ഈണസമൃദ്ധം ആവേണ്ട കവിത അങ്ങനെ എഴുതി ആദ്യമായി ദൂരദർശനിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതീക്ഷയേക്കാൾ കൂടുതൽ ജനങ്ങളുടെ പിന്തുണയും പ്രതികരണവും ഉണ്ടായി. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിലെ സരസ്വതീ മണ്ഡപത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് നടക്കുന്ന കവിസമ്മേളനത്തിൽ KV തിക്കുറിശ്ശി, നീലംപേരൂർ മസൂദൻ നായർ എന്നിവരുടെ കൂട്ടത്തിൽ കവിത അവതരിപ്പിക്കുമ്പോഴേ
ഒന്നാമതായി 10 മാലോകരുടെ മുൻപിൽ ആദ്യമായിട്ട് ഈ കവിത ആ സരസ്വതി മണ്ഡപത്തിലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ വളരെ വ്യാപകമായ പ്രചാരം കിട്ടി. അന്നും ഇന്നും എന്നും എൻ്റെ ഏറ്റവും നല്ല കവിത എന്ന് ചില ആളുകൾ പറയുന്നത് നീലി എന്ന കവിതയാണ്. അതിനേക്കാൾ നല്ല കവിത എഴുതിയിട്ടുണ്ടാവാം, പക്ഷേ നാട്ടുകാർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നീലി എന്ന പുസ്തകം വന്നു. ആദ്യത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം 10 മാലോകരുടെ മുഖത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് കിട്ടിയതും ആ നീലി എന്ന പുസ്തകത്തിനാണ്. MN വിജയൻ മാസ്റ്ററുടെ പ്രൗഢമായ അവതാരിക അതിനെ ഒരു വഴിയായി. ഈ കവിത അച്ചടിച്ച് വന്ന് പിറ്റേ ആഴ്ച നോക്കുമ്പോൾ, കലാകൗമുദി നോക്കുമ്പോൾ ഒരൊറ്റ കത്ത് പോലും ഒന്നുമില്ല. അപ്പം നിരാശ വന്നു. രണ്ടാമത്തെ ആഴ്ചയിൽ കലാകൗമുദി വില കൊടുത്ത് വാങ്ങിച്ചു നോക്കുമ്പോഴേ ഏഴാച്ചേരി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ് 9 പോയിൻറ്റിൽ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്തിരിക്കുന്നു. നോക്കുമ്പോൾ പ്രൊഫസർ M കൃഷ്ണൻ നായരുടെ സാഹിത്യ വാരഫലത്തിൻ്റെ പേജാണ്. 1000 ഫെമിനിസ്റ്റുകൾ തൊണ്ട കീറി അലറി ഗർജിച്ചു പാടിയാലും പ്രസംഗിച്ചാലും ഈ കവിത ഉണ്ടാക്കുന്ന പ്രതിഫലനം ഉണ്ടാവുകയില്ല എന്ന് M കൃഷ്ണൻ നായർ, സാക്ഷാൽ വേദാന്ത വനസഞ്ചാരിയായ M കൃഷ്ണൻ നായർ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ അത് എൻ്റെ കാവ്യജീവിതത്തിന് കിട്ടിയ ആദ്യത്തെ വിലതീരാത്ത ഗുഡ് സർവീസ് എൻട്രിയാണ്. ഒരുപാട് കവിതകളെ ബോറ് എന്ന് പറഞ്ഞ് എഴുതിത്തള്ളി M കൃഷ്ണൻ നായർ തന്നെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്ന് പിന്നെ ഞങ്ങൾ ഏറ്റവും വലിയ ചങ്ങാതിമാരായി മാറി എന്നുള്ളതും ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകമായ പിന്നെ ഒരു വഴിത്തിരിവ് എന്ന് പറയാവുന്നതാണ്. അവിടെ നിന്ന് പിന്നീട് പുറകോട്ട് പോകരുത് എന്നുള്ള വാശിയിൽ ധാരാളമായി എഴുതി. അങ്ങനെയാണിപ്പോൾ കവിതാ സമാഹാരങ്ങളിൽ 24ാമത്തേത്, മൊത്തം പുസ്തകങ്ങളുടെ എണ്ണം പറഞ്ഞാൽ 46ാമത്തേത് ഒരു വെർജീനിയൻ വെയിൽക്കാലം. ആ വെർജീനിയൻ വെയിൽക്കാലം എന്ന പുസ്തകത്തിന് ഇപ്പോൾ വയലാർ പുരസ്കാരം കിട്ടുമ്പോഴേ ആലപ്പുഴയിലെ ജീവിതത്തിനിടയിൽ എൻ്റെ അനാഥമായ യാത്രകളിൽ, സാംസ്കാരിക യാത്രകളിലൊക്കെ എനിക്ക് താങ്ങും തണലും തൂണും തുണയും തേനും തിനയുമായി വർത്തിച്ചത് വയലാർ അടക്കമുള്ള ചുവന്ന ദശകത്തിലെ കവികളുടെ പാട്ടും കവിതകളുമായിരുന്നു. പി ഭാസ്കരൻ, വയലാർ രാമവർമ്മ, ONV, പുതുശ്ശേരി രാമേന്ദ്രൻ, തിരുനെല്ലൂർ കരുണാകരൻ, പുനലൂർ ബാലൻ തുടങ്ങിയവർ, അവർക്കും മുന്നേയുള്ള വൈലോപ്പിള്ളി, എടശ്ശേരി കുഞ്ഞിരാമൻ നായർ, അവർക്കും മുന്നമേ എല്ലാറ്റിനും മുകളിൽ എന്നെ നയിച്ചു ഭരിക്കുന്ന ഏറ്റവും വലിയ ചാലകശക്തിയായ സാക്ഷാൽ കുമാരനാശാൻ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാവ്യജീവിതത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ. അതിനിടയിൽ നാഷണൽ ലൈബ്രറി എന്ന് പറയുന്ന എൻ്റെ നാട്ടിലെ പാവപ്പെട്ട വായനശാല, ഈ വായനശാല ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ കവിത എഴുതുവാൻ എനിക്ക് കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ ന്യായമായ സംശയമുണ്ട്. ഇതെല്ലാമാണ് എൻ്റെ ഈ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ. പുരാണത്തിൽ നിന്ന് ഒരു സന്ദർഭം എടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഗന്ധമാദന പർവ്വതം എന്ന് പറയുന്ന പർവ്വതം കുബേരൻ്റെ രാജസദസ്സിൽ പ്രത്യേകം ക്ഷണിതാവായി ആൾ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് പുരാണത്തിൽ വായിച്ചിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും നമ്പർ 1 ആണ് ഗന്ധമാദന പർവ്വതം, ഏത് പിന്നെ മൂല്യങ്ങളുടെയും. ആ ഗന്ധമാദന പർവ്വതം എന്നതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ, സാംസ്കാരിക ജീവിതത്തിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു ഗന്ധമാദന പർവ്വതത്തിൻ്റെ സ്ഥാനമാണ് ആൾ രൂപത്തിൽ എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന ഏഴാച്ചേരി നാഷണൽ ലൈബ്രറി. അവിടെ നിന്നാണ് ലോക ക്ലാസിക്കുകളൊക്കെ പരിഭാഷപ്പെടുത്തിയത് മലയാളത്തിൽ വായിച്ചത്. ദസ്തയേവ്സ്കിയെയും ടോൾസ്റ്റോയെയും തർജനീവിനെയും ഷൊളോക്കോവിനെയും ആൻഡൺ ചെക്കോവിനെയും ഒക്കെ അറിയുന്നത് ആ വായനശാലയിൽ നിന്നാണ്. അവിടെ നിന്ന് കിട്ടിയ ഊർജങ്ങൾ കൊണ്ടാണ് കവിത എഴുതാനുള്ള ആത്മബലം ഉണ്ടായത്. കഥയുള്ള കവിതകൾ എഴുതണമെന്ന് നിരന്തരമായി എന്നെ പ്രേരിപ്പിച്ച ONV സാർ. കഥയുള്ള കവിതകളാണ് പലതും ഈ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന പുസ്തകത്തിലും. എൻ്റെ മകൾ നിഷാകിരൺ അമേരിക്കയിൽ ആദ്യത്തെ സംസ്ഥാനമായ വെർജീനിയ, അതിൻ്റെ തലസ്ഥാനമായ റിച്ച്മോണ്ടിൽ താമസിക്കുമ്പോഴേ ഞാനും ഭാര്യയും കൂടി അവിടെ പോയി കുറച്ചു കാലം താമസിച്ചു. ആദ്യം ലോസ് ആഞ്ചലസിൽ അവർ താമസിക്കുമ്പോൾ പോയി കുറേ കാലം താമസിച്ചു. അന്ന് അമേരിക്ക എന്ന് പറയുന്ന ലോകവിസ്മയത്തെക്കുറിച്ചുള്ള വല്ലാത്ത വിഭ്രാമകമായ ഒരു മുൻവിധി ആയിരുന്നതുകൊണ്ട് കാണുന്നതൊന്നും നേരെ ചൊവ്വയല്ല, ഒരു പരിഭ്രമത്തോടു കൂടിയാണ് എല്ലാം കണ്ടതും തിന്നതും കുടിച്ചതുമൊക്കെ. രണ്ടാമത് കുറേയധികം കോമ്പോസിഷൻ വർക്ക് നടത്തി. എബ്രഹാം ലിങ്കണെക്കുറിച്ച്, ജോർജ് വാഷിങ്ടണെക്കുറിച്ച്, കാപ്പിരികളുടെ പോരാട്ടം, സ്വാതന്ത്ര്യ പോരാട്ടം, ഇതെല്ലാം പഠിച്ച് കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് പോയപ്പോൾ രണ്ടാമത് വെർജീനിയയിലെ ജീവിതത്തിന് കൂടുതൽ കാവ്യപരമായ സാർത്ഥകതയുണ്ടായി. അതിൽ നിന്നാണ്
2017 ഓണക്കവിതകളിൽ ഭൂരിപക്ഷവും എഴുതിയത് അവിടെ വെച്ച്. അതിൽ ഇങ്ങനെ ഈ പള്ളി പെരുന്നാളിന് ലെബനോൺ പള്ളിയിലെ അന്തോണീസ് പുണ്യവാളൻ്റെ പെരുന്നാളിനുള്ള തീനും കുടിയും നൃത്തവും മധുരവും മുന്തിരിയിലകളുമൊക്കെ ചേർന്ന് കണ്ടപ്പോഴാണ് വെർജീനിയ എന്ന് പറയുന്ന ആ ദേശത്തെ ഈ ഉത്സവം, നമ്മുടെ നാട്ടിലെ പള്ളി പെരുന്നാളൊക്കെയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഒരു സാമ്യവുമില്ല ലെബനോൺകാരുടെ ഈ പള്ളി പെരുന്നാൾ. അവിടെ നിന്നുകൊണ്ടാണ് ഈ പള്ളിമുറ്റത്ത് വെച്ച് സാക്ഷാൽ ഖലീൽ ജിബ്രാനും ലോകത്തിൽ ബൈബിളിലെ പ്രണയനായകനായിട്ടുള്ള സാക്ഷാൽ ശലോമോൻ എന്ന സോളമനും തമ്മിൽ കണ്ടിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും. ഈ ചിന്തയിൽ നിന്നാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിത പിറക്കുന്നത്. ഏതായാലും ആ പുസ്തകത്തിന് വയലാർ അവാർഡ് കിട്ടിയപ്പോഴേ ഒരു ദിവസം ഞാൻ ആലപ്പുഴ ലേഖകനായിരിക്കുമ്പോൾ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം കാലത്തെ പതിവ് പോലെ ഉറക്കം തെളിയുന്നത് പച്ച ചീത്ത കേട്ടുകൊണ്ടാണ്. ഫോണിൽ അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല. ചീത്ത കേട്ടുകൊണ്ട് ഉറക്കം തെളിഞ്ഞ് ഓടിച്ചെന്ന് ലാൻഡ് ഫോണിൻ്റെ റിസീവർ എടുക്കുമ്പോഴേ, നിങ്ങളൊരു കവിയാണോ, മര്യാദയുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, ഔദ്യോഗിക കൃത്യനിർവഹണം ഇങ്ങനെയാണോ, ഉറക്കം തന്നെയാണ് ജോലിയില്ലേ എന്നൊക്കെ ചോദിച്ചു വായിൽ തോന്നിയ ചീത്തയൊക്കെ ഒരാൾ പറയുന്നു. ഒരക്ഷരം എതിർത്ത് പറയാൻ കഴിയുന്നില്ല. കാരണം പത്രത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള സാക്ഷാൽ പി ഗോവിന്ദപിള്ള എന്ന അക്ഷരസ്വരൂപനാണ് ഈ ചീത്ത പറയുന്നത്. അവസാനമാണ് കാര്യം മനസ്സിലാവുന്നത്. വയലാർ രാമവർമ്മ ചോര ഛർദ്ദിച്ച് ചേർത്തലയിലെ ഗ്രീൻ ഗാർഡൻസ് ആശുപത്രി, കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ കിടക്കുന്നു. ഒരു വാക്കുപോലും ദേശാഭിമാനി പത്രത്തിലില്ല. വളരെ ഗുരുതരമായ കൃത്യവിലോപം. നാണിച്ച് തലതാഴ്ത്തി ഗോവിന്ദപിള്ള റിസീവർ വെച്ച ഉടനെ തന്നെ ഉടുപ്പിലേക്ക് കയറി വേഗം അടുത്ത ബസ്സിൽ കയറി ചേർത്തല ഗ്രീൻ ഗാർഡൻസിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നും വയലാർ രാമവർമ്മയെ അന്ന് വളരെ വെളുപ്പിനെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 27-ാം തീയതി രാവിലെ വയലാർ രാമവർമ്മ മരിക്കുന്നു. എൻ്റെ കൈകൊണ്ട് തന്നെ ദേശാഭിമാനിക്കുള്ള വളരെ പ്രധാനമായ റിപ്പോർട്ട്, ബൈലൈൻ, 2 ബൈലൈൻ, പുനഃപ്രവയലാർ വാർഷിക വാരാചരണ സമാപനം ഒരു വാർത്ത, വയലാർ നാടു നീങ്ങിയെന്ന 2ാമത്തെ വാർത്ത, 2ലും ബൈലൈൻ. അത് മുഴുവൻ മനസ്സിലെ കണ്ണീരൊക്കെ മാറ്റിവെച്ച്, പത്രപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം അതാണല്ലോ. ഏറ്റവും വലിയ വൈകാരികമായ പ്രശ്നം വരുമ്പോഴും മുഖത്തെ മാംസപേശികൾക്ക് യാതൊരു ചുളിവും കൂടാതെ പേന കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കണം. അതാണ് ഗുരുനാഥന്മാർ പഠിപ്പിച്ചിട്ടുള്ള സി വി പാപ്പച്ചൻ അടക്കമുള്ള ആളുകൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള, കെ മോഹനൻ പഠിപ്പിച്ചത് അതുതന്നെയാണ്, SR ശക്തിധരൻ സ്വകാര്യമായി ഉപദേശിച്ചിട്ടുള്ളതും അതുതന്നെയാണ്, TV പത്മനാഭൻ, മോഹൻദാസ്, ഈ ദേശാഭിമാനിയിലെ തമ്പുരാക്കന്മാരെല്ലാം പറഞ്ഞു പഠിപ്പിച്ചത് നിർവികാരതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് പത്രപ്രവർത്തകനാകൂ. അങ്ങനെ ജീവിച്ചു നോക്കുമ്പോഴും സങ്കടപ്പെട്ടു. എൻ്റെ മനസ്സിൽ നിന്ന് കവിത മരിച്ചു പോവുകയാണോ? ആ ദുഃഖമുണ്ടായിരുന്നു. അതുകൊണ്ട് ഏറ്റവും മോശമായ ചീത്ത വാക്കുകൾ കൊണ്ട് വാർത്ത ചമച്ച് കൊടുക്കുന്നതിൻ്റെ പശ്ചാത്താപത്തിനുള്ള തിരിച്ചടി എന്ന നിലയിൽ ഏറ്റവും ഊഷ്മളമായ നിലാവും തേനും കിനിയുന്ന വാക്കുകൾ കൊണ്ട് രാത്രി മുഴുവൻ കവിത എഴുതുക. അങ്ങനെയാണ് കവിതയിലേക്ക് കൂടുതൽ സജീവമായി വന്നത്. ആ പി ഗോവിന്ദപിള്ള പറഞ്ഞതുപോലെ ആ വയലാർ ചോര ഛർദ്ദിച്ചു മരിച്ചത് മുഴുവൻ. അപ്പോൾ ആ മൃതദേഹ പേടകം തിരുവനന്തപുരത്ത് നിന്ന് വളരെ വലിയ ആഘോഷപൂർവ്വം അങ്ങനെ വഴിനീള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചേർത്തലയുടെ മണ്ണിലേക്ക് കടക്കുമ്പോൾ, ചേർത്തല ടൗണിൽ ഗ്രീൻ ഗാർഡൻസ് ആശുപത്രിയുടെ മുന്നിൽ വരുമ്പോഴേ കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായിട്ട് ഈ സുന്ദരികളായ വെള്ളരൂപം ധരിച്ച കന്യാസ്ത്രീകൾ, വെള്ള യൂണിഫോം ഇട്ട കന്യാസ്ത്രീകൾ അങ്ങനെ കണ്ണീർ വടിച്ചെറിഞ്ഞുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരിവരിയായി നിൽക്കുന്ന രംഗം അതേപോലെ തന്നെ പത്രത്തിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അന്ന് തൊഴുതു തൊഴുതു മിഴിയടഞ്ഞ മെഴുകുതിരികളെ എന്ന് തങ്ങളെക്കുറിച്ച് പാട്ടെഴുതിയത് ആളാണല്ലോ ഇപ്പോൾ ഡെഡ് ബോഡിയായിട്ട് ഈ വഴിക്ക് വരുന്നത്. എന്നെ പുണ്യവാളത്തിയാക്കരുത് എന്ന് ജസീന്തയുടെ ദുഃഖം കവിതയാക്കിയ വയലാർ രാമവർമ്മയാണല്ലോ ഇതിലൂടെ വരുന്നത്. ഈ കന്യാസ്ത്രീകളടക്കം കേരളത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും ഇത്ര വലിയ ഒരു ജനസഞ്ചയത്തിൻ്റെ പ്രാതിനിധ്യം ഞാൻ കണ്ടിട്ടില്ല. കാരണം കലാലയങ്ങളിലെ കുട്ടികളൊക്കെ, അത് ചിലപ്പോൾ ഈ സിനിമ പാട്ടിൻ്റെ പിന്നാലെ പോയവരാകാം, എന്നാലും ഇത്രയേറെ വളരെ വലിയൊരു ജനസഞ്ചയത്തിൻ്റെ കണ്ണീരണിഞ്ഞ മുഖങ്ങളുടെ സംക്രമം അതായിരുന്നു വയലാർ രാമവർമ്മയുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചരമശുശ്രൂഷകളിൽ കണ്ടത്. വയലാറിൻ്റെ മക്കളൊക്കെ കരഞ്ഞ് തളർന്ന് തറയിൽ വീണ് ഉരുണ്ട്
അങ്ങനെ ഒരുപാട് രംഗങ്ങൾ വളരെ പ്രമുഖരായ സഹപ്രവർത്തകന്മാർ കണ്ണീരോടുകൂടി ശവമഞ്ചം താഴത്തേക്ക് ഇറക്കി വെക്കുമ്പോഴേ മഹാനായ AKG സഖാവ് TV തോമസ് പറഞ്ഞിട്ടും സമ്മതിക്കാതെ ഞാനും കൂടി ഇതിന്മേൽ തൊടട്ടെ എന്ന് പറഞ്ഞ ശവമഞ്ചം ഇങ്ങനെ താഴത്തേക്ക് ഇറക്കി വെക്കുന്ന രംഗം ഇതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്ന രംഗങ്ങളാണ്. വയലാർ, നിത്യസ്മരണീയനായ വയലാർ, എനിക്ക് മരണമില്ല എന്ന് കവിതയിലൂടെ പ്രഖ്യാപിച്ച വയലാർ, അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ സജീവമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ തവണ വയലാർ പുരസ്കാരം ഓരോ ആളുകൾക്ക് കിട്ടുമ്പോഴും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് സ്വകാര്യമായിട്ട് മോഹിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തു പറയുന്നതിന് എൻ്റെ മിഥ്യാഭിമാനം സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇരുന്നിരുന്ന് വളരെ പെട്ടെന്ന് ഈ കഴിഞ്ഞ 10-ാം തീയതി രാവിലെ ഒരാൾ വിളിച്ചിട്ട് TV ഇപ്പോൾ വാർത്ത കാണിക്കുന്നു, പെട്ടെന്ന് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ പേരെല്ലാം വലുതായിട്ട് എഴുതി കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മപരമായ സംതൃപ്തി അത് വളരെ വലുതാണ് എന്ന് ഞാൻ പറയുകയാണ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ബഹുമാനപ്പെട്ട പെരുമ്പടവും ശ്രീധരനും അതിൻ്റെ പിന്നാലെ ബഹുമാന്യനായ CV ത്രിവിക്രമനും വിളിച്ച് ഔദ്യോഗികമായി ഇങ്ങനെ ഈ പുരസ്കാരത്തിൻ്റെ കാര്യം എന്നെ അറിയിക്കുന്നത്. അത്രയേറെ അതിൻ്റെ സ്വകാര്യതയുടെ സുതാര്യത അത് ആ അവാർഡിൻ്റെ വ്രതവിശുദ്ധിയെ കാണിക്കുന്നു എന്ന് അഭിമാനത്തോടെ ഞാൻ ഓർമ്മിക്കുകയാണ്. തീർച്ചയായും മഹാകവി കുമാരനാശാൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ നിന്ന്, മദിരാശിയിൽ നിന്നുള്ള, ചെന്നൈയിൽ നിന്നുള്ള ആശാൻ പുരസ്കാരത്തിന് ശേഷം എൻ്റെ മനസ്സ് താനറിയാതെ മറന്ന് ആനന്ദിച്ച ഒരു ധന്യ നിമിഷമായിരുന്നു ഇത് എന്നെനിക്ക് തോന്നുകയാണ്. പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചത് ലേഖകനായി ആലപ്പുഴയിലാണ്. അന്നവിടെ ചെല്ലാൻ നേരത്തെ എറണാകുളത്ത് GMS നമ്പൂതിരിപ്പാടും P കണ്ണൻ നായരും കൂടി എന്നെ ഒരു മുറിയിലേക്ക് വിളിച്ച് സ്വകാര്യമായൊരു കാര്യം പറഞ്ഞു. പാർട്ടിക്കകത്ത് വളരെ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പാർട്ടിക്കകത്ത് 2 വിഭാഗമായിട്ട് ആളുകൾ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായ പത്രപ്രവർത്തകനാണ്, ആരുടെയും പക്ഷം പിടിക്കരുത്, ആരുടെയും കൂട്ടത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും നിൽക്കരുത്. സഖാവ് PK ചന്ദ്രാനന്ദൻ അവിടെ ജില്ലാ സെക്രട്ടറിയാണ്. സഖാവ് VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് ആലപ്പുഴയിൽ താമസവുമുണ്ട്. ഈ 2 പേരോട് സംശയം എന്തെങ്കിലും വന്നാൽ ചോദിക്കണം. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു സാധാരണക്കാരോട് സംശയം ചോദിച്ചിട്ട് വാർത്ത എഴുതി ഇങ്ങോട്ട് അയക്കരുത്. അതുകൊണ്ട് കാലടികൾ തെറ്റാതെ ഉറപ്പിച്ച് വളരെ സൂക്ഷിച്ചും തൻ്റെ ഇടത്തോടു കൂടിയും അവിടെ പ്രവർത്തിക്കണം. EMSൻ്റെ സാന്നിധ്യത്തിൽ കണ്ണൻ നായരുടെ ഉപദേശം, കണ്ണൻ നായരുടെ സാന്നിധ്യത്തിൽ EMSൻ്റെ ശാസന, അത് ശിരസാ വഹിച്ചുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് അത് തെറ്റിക്കാതെ തന്നെ വളരെ കൃത്യമായി K മോഹനൻ എന്ന എൻ്റെ പത്രപ്രവർത്തന രംഗത്തെ, മറ്റു രംഗത്തും അദ്ദേഹം ഗുരുനാഥനാണ്, കവിതയിലൊക്കെ വിവരമുള്ള ഒരാൾ തന്നെയാണ്. അങ്ങനെ ജീവിച്ച് അവിടെ നിന്നാണ് SR ശക്തിധരൻ അടക്കമുള്ളവരുടെ കൂടെ പണിയെടുത്ത് ഇടക്കാലത്താണ് ആലപ്പുഴയിലേക്ക് പോകുന്നത്. ആലപ്പുഴയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മൂരിക്കുട്ടനെ നല്ല പുൽമേട്ടിലേക്ക് കയറ്റി വിട്ടതുപോലെയുള്ള ഉന്മേഷമായിരുന്നു. തിരുവനന്തപുരത്തെ എല്ലാം 1-ാം നിരക്കാരായ ചെറുവത്തൂരടക്കമുള്ള KR ചുമ്മാർ, ചെറുവത്തൂർ വൻ പ്രമാണികളാണ്. PC സുകുമാരൻ നായർ, കലാനിലയം കൃഷ്ണൻ നായർ, ഇവരുടെയൊക്കെ നടുക്ക് ഞാൻ ചെല്ലുമ്പോൾ പർവ്വതത്തിൻ്റെ താഴത്തൊരു ചെറിയ പിഗ്മി നിൽക്കുന്നത് പോലെയുള്ളൊരു കാര്യമാണ്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ കവിതയാണ് കിടക്കുന്നത്. കാരണം പത്രസമ്മേളനത്തിനൊക്കെ പോയിരിക്കുമ്പോഴും ഉള്ളിൽ നയിക്കുന്നത് കവിതയാണ്. അതുകൊണ്ട് ഒരു രഹസ്യമുഖാമുഖിയെ കൊണ്ടു നടക്കുന്നത് പോലെ ഭാര്യ പുറത്ത് പത്രപ്രവർത്തനം, ഇങ്ങനെ കൊണ്ടു നടന്ന് ഒരുപാട് കാലം കഴിഞ്ഞ് ഒരു മോചനം. ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ എൻ്റെ കവിതയ്ക്ക്, പാട്ടിന് ഒക്കെ വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു അത് എന്നെനിക്ക് തോന്നുകയാണ്. സുകുമാരക്കുറുപ്പിനെ അവിടെ വെച്ച് ആദ്യമായി കണ്ടു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾക്കൊരു ത്രില്ലാണിത് കേൾക്കുമ്പോഴേ. അന്ന് ആലപ്പുഴയിൽ ഞങ്ങൾ ഒരു സാംസ്കാരിക സംഘടന, ഒരു നാടക സമിതി ഉണ്ടാക്കി. ആലപ്പുഴ അക്ഷരകല എന്നോ മറ്റാണ് അതിൻ്റെ പേര് എന്ന് തോന്നുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിൽ 1-ാമത്തെ നാടകം അസുരവാദ്യം, കൊല്ലത്തെ ബേബിക്കുട്ടൻ, NB ത്രിവിക്രമൻ പിള്ള എഴുതിയ നാടകം ബേബിക്കുട്ടൻ അടക്കമുള്ള ആളുകൾ അഭിനയിക്കുന്നു. നെഹ്റു ട്രോഫി വാർഡിൽ അന്നത്തെ ആലപ്പുഴ മുനിസിപ്പൽ ചെയർമാനായ VK സോമൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഒരു വളരെ വലിയ മറപുര കെട്ടി അതിനകത്താണ് റിഹേഴ്സൽ നടക്കുന്നത്. DK ചെല്ലപ്പൻ അടക്കമുള്ള പ്രമുഖന്മാരൊക്കെ അതിൽ വന്നും പോയി ഒക്കെ ഇരിക്കുന്നുണ്ട്. ആ നാടകത്തിന് വേണ്ടിയിട്ട് പാട്ടെഴുതാൻ എന്നെ നിയോഗിച്ചു.
അങ്ങനെയാണ് കുമരകൻ രാജപ്പൻ എന്ന് പറയുന്ന ഒരാളെ ആദ്യമായി ജീവിതത്തിൽ കാണുന്നത്. വളരെ വലിയ പൊക്കത്തിലങ്ങനെ സ്വർണത്തിൻ്റെ നിറമായിട്ട് മേതുര ദീർഘകായനായ കുമരകൻ രാജപ്പൻ. അപ്പോഴാണ് DK ചെല്ലപ്പൻ എന്നെ വിളിച്ചു പറയുന്നു, ഇയാളാണ് എൻ്റെ ആദ്യത്തെ നാടക സമിതിക്ക് പാട്ടെഴുതേണ്ടത് നിങ്ങളാണ്, അതുകൊണ്ട് പാട്ടെഴുതുമെന്ന് പറഞ്ഞ് ഞാൻ മാറിയിരുന്നു പാട്ടൊക്കെ എഴുതി. ആ പാട്ടൊക്കെ എഴുതിയ അങ്ങനെയാണ് DK ചെല്ലപ്പനും അതുവഴി നാടക സമിതിയിലേക്കൊക്കെ ഞാൻ വരുന്നത്. ഈ പരാമർശ വിധേയമായ നാടകം അനുശാസനം എന്ന നാടകം എഴുതിയത് മണ്ണഞ്ചേരിക്കാരനായ NN ഇളയത്. ആ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് ഇടവേളയിൽ അങ്ങനെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് മാറി നിൽക്കുമ്പോഴേ ഒരു ചെറിയ ഒരു തിണ്ണ പോലെയുള്ള സ്ഥലത്ത് റോഡരികിൽ ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ ആ ക്യാമ്പിൻ്റെ ആ ഭാഗത്തേക്കൊരു വാഹനത്തിൽ, ഇരുചക്ര വാഹനത്തിൽ 2 പേർ വന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് ഒരാളെ ചോദിക്കുന്നു. അത് ഈ ക്യാമ്പിൻ്റെ പുറകിൽ താമസിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറുടെ വീടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അയാളെ ഇന്നലെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയല്ലോ. ഈ വർത്തമാനം പറഞ്ഞു തീരുന്നതിന് മുമ്പേ വന്നതിനേക്കാൾ വേഗത്തിൽ ആ ഇരുചക്ര വാഹനം തിരിച്ച്, മോട്ടോർ സൈക്കിളാണ്, വളരെ പെട്ടെന്ന് പാഞ്ഞു പോകുമ്പോൾ ചില ആളുകൾക്ക് തോന്നി എനിക്കൊപ്പം ഒരു തൂവാല പോലെ ഒരു സാധനം ഇങ്ങനെ തലയിൽ കെട്ടി മോട്ടോർ സൈക്കിൾ ഓടിച്ചയാളിൻ്റെ പുറകിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നയാൾ സുകുമാരക്കുറുപ്പായിരിക്കുമോ? പത്രത്തിൽ പടം കണ്ട ഒരു ഓർമ്മയാണ്. ഇപ്പോൾ പത്രപ്രവർത്തകനാകുമ്പോൾ സ്വല്പം കണ്ണിങ്ങനെ ചുഴിഞ്ഞു തന്നെയാണ്. അത് നേരായിരുന്നു. 10 മിനിറ്റിനകം VK സോമൻ്റെ ഫോണിൽ നിന്ന് ആലപ്പുഴയിലെ പോലീസ് സ്റ്റേഷനിലേക്കൊക്കെ വിളിച്ച് കൃത്യമായി പറഞ്ഞു. പക്ഷേ ആട് കിടന്നിടത്തൊരു പൂട പോലും ഉണ്ടായില്ല. പോലീസുകാരെല്ലാം മുണ്ടെല്ലാം ഉടുത്ത് കാക്കിയൊക്കെ ഇട്ട് ശരിയായി ചെല്ലുമ്പോഴത്തേക്കും ചെങ്കോട്ട കഴിഞ്ഞ് അപ്പുറത്തേക്ക് എവിടെയോ പോയിട്ടുണ്ടാകും സുകുമാരക്കുറുപ്പ്. ആദ്യവും ഒരുപക്ഷെ അവസാനവും സുകുമാരക്കുറുപ്പിനെ കണ്ടത്. ആ സുകുമാരക്കുറുപ്പിൻ്റെ ആ സംഭവം വളരെ കൃത്യമായിട്ടെൻ്റെ മനസ്സിനെ മഥിച്ച. കാരണം ഈ ബലിയായ ചാക്കോയുടെ വിധവയുമായിട്ട് ദിവസങ്ങൾ സംസാരിച്ച്, അന്ന് ഫോട്ടോഗ്രാഫറുമായി ചെന്ന് സംസാരിച്ച് ഒരുപാട് എക്സ്ക്ലൂസീവ് സ്റ്റോറിയൊക്കെ അന്ന് പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ എഴുതുമ്പോഴൊക്കെ അതിനകത്ത് ഈ ആവശ്യമില്ലാതെ കവിതയൊക്കെ വരും. ഹായ് എത്ര സുന്ദരം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോഴേ അന്നത്തെ സീനിയർ എഡിറ്റർമാർ നിഷ്പ്രയാസം, നിഷ്കരുണം അതെല്ലാം വെട്ടി ദൂരത്ത് കളഞ്ഞ് അവസാനം ചെത്തിക്കാതൽ മാത്രമാണ് കൊടുക്കുന്നത്. എൻ്റെ ധാരണയപ്പോൾ ഇവർക്ക് എന്നോടുള്ള വിരോധം കൊണ്ട് ഇത് ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുകുമാരക്കുറുപ്പ് ഒന്നാമത് നടത്തിയ ആൾമാറാട്ടമല്ല ഇത്. അതിനു മുൻപ് തന്നെയും സുകുമാരക്കുറുപ്പ് ആൾമാറാട്ടം നടത്തി. പട്ടാളത്തിൽ നിന്ന് ജോലിയായിരിക്കുമ്പോൾ ലീവെടുത്ത് നാട്ടിൽ വന്ന് പനിയാണ് എന്ന് പറഞ്ഞ കള്ള ടെലിഗ്രാം അടച്ചു. അങ്ങനെ കള്ള ടെലിഗ്രാം അടിച്ചതിന് ശേഷം വീട്ടിലങ്ങനെ മൂടി പുതച്ച് ഒളിച്ചു കിടന്നു. അങ്ങനെ കിടന്ന് അവിടെ വെച്ച് മരിച്ചു എന്ന് പട്ടാളത്തിലേക്ക് അറിയിച്ചു. പനി പിടിച്ചു, പിന്നെ അദ്ദേഹം മരിച്ചു എന്നറിയിച്ചു. അങ്ങനെ വരുമ്പോൾ പട്ടാളത്തിൽ നിന്ന് കിട്ടേണ്ട വളരെ വലിയ ലക്ഷങ്ങളുടെ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടന്ന് ചെയ്തതാണ്. അത് ഈ സുകുമാരക്കുറുപ്പിൻ്റെ ഒറിജിനൽ വീടിരിക്കുന്ന ചെങ്ങന്നൂർ താലൂക്കിലെ ചെറിയനാട്ട് ചെന്ന് ഒരുപാട് ആളുകളോട് ചോദിച്ചറിഞ്ഞ് കഷ്ടപ്പെട്ട് ഒരു പകൽ മുഴുവൻ വിഷമിച്ച് നടന്ന് സംഭരിച്ചു കൊണ്ടുവന്ന വാർത്ത വളരെ നല്ലൊരു സ്റ്റോറിയായിട്ടാണ് ഞാൻ എഴുതിയത്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പട്ടാള ക്യാമ്പിൽ നിന്ന് അയച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ആ വീട്ടിൽ വന്ന് അങ്ങനെ അന്വേഷിക്കാൻ തിണ്ണയിലിരുന്ന് ചായയും വടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുതോർത്തുമെല്ലാം കൊടുത്ത് മുഷിഞ്ഞു നാറിയ തോർത്തുമുടുത്ത് ഒരു തൊപ്പിയും തലയിൽ പാളത്തൊപ്പിയും വെച്ച് വളരെ വലിയൊരു കൂട്ടം നിറച്ച് ചാണകവും ചുമന്നുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് ഒരാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. അത് സുകുമാരക്കുറുപ്പാണ് എന്നുള്ളത് ഒരു തരത്തിലും പോലീസുകാർക്ക് മനസ്സിലായില്ല. അത് പറമ്പിലെ പണിക്കാരൻ എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ. ഇതായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റെ ആദ്യത്തെ ആൾമാറാട്ടം. അത് വളരെ കൃത്യമായി നല്ലൊരു സ്റ്റോറിയായിട്ടൊക്കെ ഞാൻ അയച്ചു കൊടുത്ത് പിറ്റേ ദിവസം നോക്കുമ്പോഴേ സുകുമാരക്കുറുപ്പ് ഇതിനു മുമ്പും ചില ആൾമാറാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയും വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെടുകയാണ് ചെയ്തത്. തീർന്നു വാർത്ത. അപ്പോൾ യഥാർത്ഥത്തിൽ നെഞ്ചിനകത്തേക്ക് ഒരു കഠാരി കുത്തിയിറക്കുന്ന ഈ അനുഭവമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു, പാപ്പച്ചേട്ടാ ഇത് വേണ്ടായിരുന്നല്ലോ. ഞാനൊരു പകൽ മുഴുവൻ വളരെ വിഷമിച്ച് പട്ടിണിയോടുകൂടി ചെറിയനാട്ട് മുഴുവൻ അലഞ്ഞു നടന്ന് എഴുതി വന്ന് ഇത് ആളുകൾക്ക് വായിക്കാനും വളരെ താല്പര്യമാകുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, പൈങ്കിളി, വെറും പൈങ്കിളി. അന്ന് അങ്ങനെ ജോർജ് ചടയമുറിയുടെ അളിയനായിട്ടുള്ള പാപ്പച്ചൻ ചേട്ടൻ അത് നിഷ്കരണം വെട്ടി തുണ്ടമാക്കി ദൂരത്ത് കളഞ്ഞു. അങ്ങനെ ഒരുപാട് വാർത്തകൾ നിഷ്കരണം കളയുമ്പോൾ അടിയന്തരാവസ്ഥ വരുന്നു. ആ അടിയന്തരാവസ്ഥയിൽ ഒന്നും എഴുതാൻ നിവൃത്തിയില്ല. ഗോവിന്ദപിള്ള പറഞ്ഞു,
മനോഹരങ്ങളായ ചില ഫീച്ചറുകളൊക്കെ വല്ലതും കിട്ടുമെങ്കിലൊക്കെ എഴുതി ഏഴാശ്ശേരിയുടെ സുവർണകാലം ആ പൈങ്കിളിയൊക്കെ കൊടുക്കാൻ നമുക്കൊരവസരമാണ്. കാരണം എറണാകുളത്തിരിക്കുന്ന ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട പരിശോധകൻ അയാളുടെ കണ്ണു വെട്ടിച്ച ഇതൊക്കെ കൊടുക്കുക. അതുകൊണ്ട് ധാരാളം പൈങ്കിളികൾ കൊടുത്ത കൂട്ടത്തിലെ കരുമാടിക്കുട്ടനെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ, അത് ഇങ്ങനെ ഈ കരുമാടിക്കുട്ടനെക്കുറിച്ചുള്ള ഫീച്ചർ ഒക്കെ നല്ല ചിത്രം സഹിതം നന്നായി കൊടുത്തു. ഒരുപാട് ആളുകൾ അത് വായിച്ചു. പി ഗോവിന്ദപിള്ള വിളിച്ചു പറഞ്ഞു, ഇത് നല്ല ഒരു വാർത്തയാണ്. സ്വാതി തിരുനാൾ കയറി സഞ്ചരിച്ചിരുന്ന പ്രണയത്തിൻ്റെ പൂമ്പൊടി പുരണ്ടിട്ടുള്ളതായ രഥം, അത് മ്യൂസിയത്തിൽ അങ്ങനെ വെറുതെ കിടക്കുന്നത് കണ്ടപ്പോൾ ഇതൊരു സ്റ്റോറിയാക്കാം. ഫോട്ടോഗ്രാഫറെയും കൂടി രാജേന്ദ്രനെയും കൂടെ കൂട്ടിച്ചെന്ന് പടമൊക്കെ എടുത്ത് വളരെ കൃത്യമായിട്ട് ഈ രഥത്തെക്കുറിച്ചുള്ള വാർത്ത കൊടുക്കുമ്പോൾ ഫീച്ചറായി വരുമ്പോൾ കെ മോഹനൻ പറഞ്ഞു, ഇത് നല്ല ഒരു ഫീച്ചറാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ ആലപ്പുഴയിൽ താമസിക്കുമ്പോഴേ ആര്യാട് എന്ന സ്ഥലത്ത് നെഹ്റു ട്രോഫി വാർഡിലെ വള്ളം മുങ്ങി ഒരുപാട് സ്ത്രീകളടക്കമുള്ള ആളുകൾ അങ്ങനെ വള്ളം മുങ്ങി മരിച്ച വാർത്തകൾ ഒരുപാട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പിരിറ്റ് കുംഭകോണത്തിൻ്റെ ആദ്യത്തെ വാർത്ത, സുകുമാരക്കുറുപ്പിൻ്റെ വാർത്ത, ഇങ്ങനെയെല്ലാം ഒരുപാട് പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവ് ഐറ്റംസ് അല്ല, പൂർണ്ണമായിട്ടും പറയാൻ നിവൃത്തിയില്ലാത്ത കരിക്കൻ വില്ല ദമ്പതികളുടെ മരണം. ആ കരിക്കൻ വില്ല ദമ്പതികളുടെ മരണമൊക്കെ വളരെ ത്രില്ലോട് കൂടി ചെന്ന് കണ്ടുപിടിച്ച് ആർക്കുമേ കിട്ടാത്ത ചില സംഭവങ്ങൾ, ഒരുപാട് സ്വകാര്യ ചിത്രങ്ങൾ കരിക്കൻ വില്ല ദമ്പതികളുടെ സ്വകാര്യ ആൽബത്തിൽ നിന്ന്, അന്ന് ഇടതുപക്ഷ സർക്കാരുള്ള കാലമായതുകൊണ്ട് കൃത്യമായിട്ട് ആ ഫോട്ടോകളൊക്കെ പോലീസ് ഓഫീസർമാർ നമുക്ക് തരും, മറ്റു പത്രങ്ങൾക്ക് കൊടുക്കുകയുമില്ല. അങ്ങനെ അതെല്ലാം കിട്ടി. അതൊക്കെ പിറ്റേ ദിവസം അച്ചടിച്ച് വരുമ്പോൾ ബൈലൈനോടുകൂടി വരുമ്പോഴേ ഒരുപാട് സന്തോഷമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു വളരെ വലിയ മുളന്തണ്ടിന്മേൽ ഇങ്ങനെ പഴക്കൊല പലതരത്തിലുള്ളത് കെട്ടിത്തൂക്കിയതുപോലെ അച്ഛൻ, അമ്മ, 5-6 മക്കൾ എല്ലാം ഇങ്ങനെ ഒരു മുളന്തണ്ടിന്മേൽ ഇങ്ങനെ താഴെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ചിത്രം. കാർത്തികപ്പള്ളി താലൂക്കിൽ പട്ടിണിയുടെ മൂർധന്യത്തിൽ ഒരു കുടുംബം മുഴുവൻ പിന്നെ വിഷം കഴിച്ചിട്ട് അവരെ കൊച്ചുമക്കളെ കെട്ടിത്തൂക്കിയതാണ്. നിർവികാരതയോടുകൂടി അത്തരം വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും അതൊക്കെ ചിത്രമാക്കുകയും ശ്രീരാമജയം എന്ന് അരിപ്പൊടി കൊണ്ട് കോലമെഴുതിയതിൻ്റെ മുന്നിലെ ശരീരം മുഴുവൻ വെന്ത് നീറി തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ ഭർത്താവിൻ്റെ പരസ്ത്രീഗമനത്തിൽ പ്രതിഷേധിച്ച് മദ്യപാനത്തിൽ പ്രതിഷേധിച്ച് ശ്രീരാമജയം എന്നങ്ങനെ അരിപ്പൊടിക്കോലം എഴുതിയിട്ട് അതിൻ്റെ മുൻപിൽ മരിച്ചു വീണ സ്ത്രീയെക്കുറിച്ചുള്ള ഓർമ്മ. അങ്ങനെ ഒരുപാട് വാർത്തകൾ അന്ന് ഈ ആലപ്പുഴയിൽ താമസിക്കുന്ന പത്രപ്രവർത്തകനായിരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നേരായ ഒരു കാര്യമാണ്. കരിക്കൻ വില്ല ദമ്പതികളുടെ മരണം പോലെ തന്നെ വളരെ വലിയ കവർച്ചകൾ, സംഭവങ്ങൾ എല്ലാം നടക്കുമ്പോൾ അന്ന് ദേശാഭിമാനിക്ക് ഇതുപോലെയുള്ള സാമ്പത്തികമൊന്നുമില്ല. ബസ് കയറി കഷ്ടപ്പെട്ട് ഫോട്ടോഗ്രാഫറെയും വിളിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ശശികുമാറിൻ്റെ ചേട്ടൻ്റെ മകൻ ജോർജ്, അദ്ദേഹമാണ് ഫോട്ടോഗ്രാഫറായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3-4 പേർക്ക് കഷ്ടിച്ച് കിടക്കാവുന്ന ചെറിയ കൊതുമ്പ് വള്ളത്തിൽ അങ്ങനെ കുട്ടനാട്ടിലെ ഒക്കെ ഈ കടത്തൊക്കെ കടന്നു പോകുമ്പോൾ ജീവൻ എടുത്തിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം മലമ്പ്രദേശത്തു നിന്ന് വന്ന് ഞാനിങ്ങനെ ഈ വെള്ളക്കായലിൻ്റെ നടുക്ക് അങ്ങനെ ഈ കുട്ടനാടൻ കായലുകളിൽ മുഴുവൻ അങ്ങനെ സഞ്ചരിച്ച് അടിയന്തരാവസ്ഥക്കാലത്ത് ഒളിവിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കളുമായി സഖാക്കൾ നമ്മളവിടെ ഈ ഫോട്ടോഗ്രാഫറൊക്കെ ആയിട്ട് ചെല്ലുന്നു എന്ന് പറയുമ്പോൾ കൈതക്കാടിൻ്റെ ഇടയിൽ നിന്ന് മറവിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്ന് അവർക്കേറ്റ കൊടിയ പോലീസ് മർദ്ദനങ്ങളുടെ ഏറ്റവും വലിയ ദുരന്ത കഥകളൊക്കെ വിവരിക്കുമ്പോഴേ അതെല്ലാം വന്നങ്ങനെ സ്വല്പം മേമ്പൊടിയും കൂടെ ചേർത്തങ്ങനെ പത്രത്തിലേക്ക് വളരെ നന്നായിട്ട് കൊടുത്ത ഒരു ഭൂതകാലമുണ്ടായിരുന്നു. ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ എല്ലാം ഒന്നും ഇങ്ങനെ വളരെ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. എന്നാലും സുകുമാരക്കുറുപ്പ് പോലെയുള്ള സംഭവങ്ങളെല്ലാം ഈ റിപ്പോർട്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോഴേ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതൊന്നുമല്ല. ഓരോ വാർത്ത കൊടുക്കുമ്പോഴും നേതി എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരാഗ്രഹ സാഫല്യം ഉണ്ടാവുന്നത് അതിൽ പലതും കവിതയായിട്ടങ്ങനെ രൂപപരിണാമം സംഭവിച്ചു വരുമ്പോഴാണ്. നിയമസഭയിലൊക്കെ പോയിരുന്ന ഒരുപാട് റിപ്പോർട്ടൊക്കെ എഴുതുമ്പോഴേ ഇന്നത്തെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർ അടക്കം പലരും അന്ന് MLA-മാരായിരിക്കുമ്പോഴേ, പിന്നെ കഴിഞ്ഞ തലമുറയിലെ പ്രമുഖരായിട്ടുള്ള ആളുകൾ MLA-മാർ മന്ത്രിമാരൊക്കെ ആയിരിക്കുമ്പോഴേ ഗൗരിയമ്മയും TV തോമസും ഒക്കെ തമ്മിലുള്ള കൊച്ചു വർത്തമാനങ്ങൾ, അസംബ്ലിയിൽ കൊരുത്തുകൊണ്ടുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അതെല്ലാം എഴുതുമ്പോൾ നമ്മൾ അറിയാതെ അതിൽ ലയിച്ചു പോകും. അപ്പോൾ
കെ മോഹനൻ സഖാവ് എന്ന് പറയും, അല്ലെങ്കിൽ ശക്തിധരൻ എന്ന് പറയും. അത് കേട്ട് രസിച്ചിരുന്നാൽ പോരെ, നാളെ ഇത് മുഴുവൻ പത്രത്തിൽ വേണം. അതുകൊണ്ട് ഇന്ത്യൻ കോഫി ഹൗസിലേക്കൊന്ന് പോകണമെന്ന് മുട്ടിയിരിക്കുന്ന സമയത്താണ് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ EM ജോർജിൻ്റെ പേര് വിളിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ പ്രസംഗം കൂടെ കഴിയാതെ പോകാൻ പറ്റില്ല. അങ്ങനെ ഈ അസംബ്ലി റിപ്പോർട്ടിങ്ങിൻ്റെ കാലത്ത് ആകെ 2 പേർ, ദേശാഭിമാനി ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ കാര്യം പറഞ്ഞാൽ നല്ലതുപോലെ മനസ്സിലാവുകയും എന്നാൽ അല്പം പോലും മനസ്സിലായില്ല എന്ന് പുറമേ ഭാവിച്ച് മുറിശുണ്ടി അഭിനയിച്ചുകൊണ്ട് ആർദ്രമായ മനസ്സോടെ ഇരിക്കുന്ന 2 പേർ ഈ നിയമസഭയിലുണ്ട്. അതിലൊന്ന് PG പുരുഷോത്തമൻ പിള്ളയാണ്. മറ്റേയാളുടെ പേര് ഞാൻ പറയുന്നില്ല എന്ന് പറയുമ്പോൾ മുൻവശത്തെ ഡെസ്കിലടിച്ച് മുഴുവൻ MLA-മാരും ഇത് വളരെ കാര്യമായിട്ട് സഖാവ് TV തോമസിൻ്റെ ഈ പരാമർശം സ്വീകരിച്ചു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പത്രപ്രവർത്തകന്മാർ കണ്ണിൽ നോക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇന്നയാളെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പത്രപ്രവർത്തകന്മാരുടെ ഗാലറിയിൽ നിന്ന് വളരെ വലിയ ചിരി ഉയർന്നു. അതിനു മുമ്പേ KR ചുമ്മാർ അത് കണ്ടുപിടിച്ചു. ഈ ഒട്ടും മനസ്സിലാവാത്ത 2 പേരുണ്ട്. ഒന്ന് PG പുരുഷോത്തമൻ പിള്ള, മറ്റൊരാൾ ഗൗരിയമ്മയാണ്. സഖാവ് TV തോമസ് തന്നെ അത് പറയുമ്പോഴേ അതിൻ്റെ ഇത്തരം നിയമസഭയിൽ തന്നെയുള്ള ഒരുപാട് അനുഭവങ്ങൾ EM ജോർജിൻ്റെ വളരെ അന്നത്തെ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് വന്ന കമ്മ്യൂണിസ്റ്റുകാരനായ EM ജോർജിൻ്റെ പ്രസംഗം, TK രാമകൃഷ്ണൻ്റെ പ്രസംഗം, അതുപോലെ മന്ത്രിമാരുടെ ഇടപെടൽ, K കരുണാകരൻ്റെ ഏറ്റവും സമർത്ഥമായ നീക്കങ്ങൾ, അച്യുതമേനോൻ കൂടെ ഈ മുണ്ടിങ്ങനെ അഴിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ മറുപടിയൊക്കെ പറയുന്നത്, EMS നമ്പൂതിരിപ്പാട് എഴുന്നേൽക്കുമ്പോൾ നിയമസഭയ്ക്കകത്തുള്ള പിൻ ഡ്രോപ്പ് സൈലൻസ്, ആ സകല പങ്കകൾ പോലും ഇങ്ങനെ കറക്കം നിർത്തി ചെവിയോർത്ത് നിൽക്കുന്ന EMS എന്തു പറയുന്നു. ഇതെല്ലാം അനുഭവിക്കുവാനുള്ള ഒരു സൗഭാഗ്യം എൻ്റെ ഈ 33 കൊല്ലക്കാലത്തെ പത്രപ്രവർത്തക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഈ വെളിച്ചത്തിൽ ഇപ്പോൾ പറയേണ്ടി വരുമ്പോഴേ കഴിഞ്ഞ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ്. ആ തിരിയ നടത്തം എന്ന് പറയുന്നത് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സമ്പൂർണ്ണമായിരുന്നു ഈ ജീവിതമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അത്ര പോരാ എന്നല്ല, തീരെ പരാജയം തന്നെയായിരുന്നു. പക്ഷേ കവിതയ്ക്കുള്ള ഊർജം കിട്ടിയതുകൊണ്ടാണ് റബൂൽ ആലമിനായ തമ്പുരാൻ, മാലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്നെ കവിത എഴുതാൻ വേണ്ടിയിട്ട് വിധിച്ച് വിട്ടത് എന്ന് എനിക്ക് തോന്നുകയാണ്. അതിൻ്റെ ദശാസന്ധികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ്, വഴിത്തിരിവാണ് വയലാർ അവാർഡ്. ആ വയലാർ രാമവർമ്മ മരിച്ചൊരു കൊല്ലം തികയുന്നതിന് മുൻപേ ആലപ്പുഴയിലെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകന്മാർ, NK നാരായണൻ എന്ന് പറയുന്ന അബ്കാരി കോൺട്രാക്ടർ, SNDP യോഗത്തിൻ്റെ അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡൻറ്റുമാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ, NS ജോർജ്, ഇവരൊക്കെ പറഞ്ഞു വയലാറിനെ കുറിച്ച് ഒരു പാട്ട് വേണം, അത് പെട്ടെന്ന് എഴുതി കിട്ടണം, നമുക്ക് നന്നായിട്ട് വയലാറിലെ രാമവർമ്മ അനുസ്മരണ സമ്മേളനത്തിൽ അവതരിപ്പിക്കണമെന്ന് പറയുമ്പോഴേ അമ്പലപ്പുഴ താലൂക്ക് ചെത്തുള്ളിയാണ് യൂണിയൻ ആഫീസിൻ്റെ ഇളംതിണ്ണയിലേക്ക് മാറിയിരുന്ന ഒരു നട്ടുച്ച നേരത്തെ മാറിയിരുന്നു കൊണ്ട് ഒരു 25 മിനിറ്റ് കൊണ്ട് ഒരു പാട്ടെഴുതി വളരെ പെട്ടെന്ന് അവരെ ഏൽപ്പിച്ചു. അത് കുമരകൻ രാജപ്പനെ ഏൽപ്പിച്ചു. കുമരകൻ രാജപ്പൻ NK നാരായണൻ എന്ന് പറയുന്ന ആ നേതാവിൻ്റെ വീട്ടിൽ വെച്ച് കൃത്യമായി ചിട്ടപ്പെടുത്തി അത് പട്ടണക്കാട് പുരുഷോത്തമൻ CD-യിലാക്കി, കാസറ്റിലാക്കി. അന്ന് കാസറ്റ് മാത്രമേ ഉള്ളൂ. ഒരു 9 പാട്ടുകൾ. ഒരു കുറി പിന്നെയും വരിക നീ മലയാള കവിത തൻ കരിമുകിൽ മുത്തേ, ഒരു കുറി പിന്നെയും വരിക നീ ബലിത്തറയിലെ പൂവിൻ ചുവപ്പായി, പല വഴി സഞ്ചരിച്ചൊടുവിൽ ഞങ്ങൾ വന്ന് ഹൃദയങ്ങൾ കോർത്തു നിൽക്കുമ്പോൾ നീ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മറ്റെങ്ങ് നീ ഇവിടെ തന്നെയല്ലേ. അങ്ങനെ തീരുന്ന ആ പാട്ട് EMS-ഉം നായനാരും VS-ഉം ഉൾപ്പെടെ കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സമ്മേളന സമാപന യോഗം ആലപ്പുഴയിൽ നടക്കുമ്പോൾ കുമരകൻ രാജപ്പൻ തന്നെ നേരിട്ട് വന്ന് ഈ പാട്ട് പാടിയപ്പോൾ ആയിരങ്ങളുടെ കരഘോഷം എൻ്റെ ചെവിയിലുണ്ട്. 1ാമത്തെ പുരസ്കാരം എനിക്ക് കിട്ടുന്നത്. അപ്പോഴതിൻ്റെ ചൂടാറുന്നതിന് മുമ്പേ ഇതിൽ പങ്കാളികളായിട്ടുള്ളവർക്കെല്ലാം പുരസ്കാരം EMS നൽകും. അപ്പോഴാണ് അറിയുന്നത് ലെനിൻ്റെ ഒരു മരത്തിൽ കൊത്തിയെടുത്ത ഒരു ചെറിയ ഒരു ശില്പം EMS നമ്പൂതിരിപ്പാട് തന്നെയാണ് ഇതിങ്ങോട്ട് തരുന്നത്, നായനാരെയും VS-നെയും കൂടെ നിർത്തിക്കൊണ്ട്. എൻ്റെ ഈ വീട്ടിനകത്ത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് അഭിമാനം. അങ്ങനെ ആ കുമരകൻ രാജപ്പൻ മരണം വരിച്ചിട്ട് 18ാമത്തെ ചരമവാർഷികം ഒക്ടോബർ 11. വയലാർ രാമവർമ്മ പുരസ്കാരം എനിക്ക് കിട്ടിയ അനൗൺസ്മെൻറ്റ് വരുന്നത് ഒക്ടോബർ 10.
തൊട്ട് പിറ്റേ ദിവസം കുമരകൻ രാജപ്പൻ്റെ മരണവാർഷികം. അപ്പോൾ കുമരകത്തുകാരെന്നെ വിളിച്ചു പറഞ്ഞു, ഓൺലൈനിലൂടെ ഒരു വർത്തമാനം വേണം, ഉദ്ഘാടനം. അപ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തു. രാജപ്പൻ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. സാക്ഷാൽ ദേവരാജൻ മാസ്റ്ററിൻ്റെ മനസ്സിനെ മുഴുവൻ തണുപ്പിച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ആ സാംസ്കാരിക രംഗത്ത് വയലാർ രാമവർമ്മ ഇപ്പോഴീ വയലാർ പുരസ്കാരം കിട്ടിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യമുണ്ടായ ഒരു സംഭവം, 12-ാം തീയതി കാലത്തെ വയലാറിൻ്റെ കുടുംബം പാലക്കാട്ടും ചാലക്കുടിയിലുമാണ്. ഈ രണ്ടു കൂട്ടരും ഭാരതി തമ്പുരാട്ടിയും പെൺമക്കൾ 3 പേർ, അവരുടെ ഭർത്താക്കന്മാർ, പേരക്കുട്ടികൾ, മീനാക്ഷി അടക്കമുള്ളവരൊക്കെ വിളിച്ചിട്ട് വളരെ വലിയതായി കാര്യമായിട്ടുള്ള അനുമോദനം. അവർ പറഞ്ഞ് എല്ലാ കൊല്ലമൊന്നും ഇങ്ങനെ ചെയ്യാറില്ല, ഇത് ഞങ്ങളുടെ ഒരു കുടുംബകാര്യം കൂടിയാണല്ലോ ഏഴാശ്ശേരിക്ക് അവാർഡ് കിട്ടുക. അപ്പോൾ എന്നെ വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ സാർത്ഥകമേ ജീവിതം എന്ന് എനിക്ക് വളരെ കൃത്യമായി തോന്നി. അന്ന് വൈകുന്നേരം ചെറുകാടിൻ്റെ മൂത്ത മകൻ രമണൻ മാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ മാത്രം അനുമോദനമല്ല, മുഴുവൻ ചെറുകാട് കുടുംബത്തിൻ്റെയും അനുമോദനമാണ്. മദിരാശിയിൽ നിന്ന് സാക്ഷാൽ രവി എന്ന് പറയുന്ന ഡോക്ടർ CK രവി, കേശവൻ വൈദ്യരുടെ മകൻ, എൻ്റെ നാട്ടുകാരനാണ് ജന്മം കൊണ്ട്. അദ്ദേഹമാണ് വയലാർ കുമാരനാശാൻ പുരസ്കാരം തരുന്നതിൻ്റെ നിമിത്തം സെക്രട്ടറിയാണ് ആ സംഘടനയുടെ. അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞു, ആശാൻ പുരസ്കാരം കിട്ടിക്കഴിഞ്ഞാൽ ആ കൊല്ലം തന്നെ വയലാർ അവാർഡും അയാൾക്ക് തന്നെ കിട്ടുന്നതാണൊരു പാരമ്പര്യം. അതുകൊണ്ട് ഈ കൊല്ലം കിട്ടും. പക്ഷേ കിട്ടിയില്ല. ഒരു 3-4 വർഷം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 ദിവസമായിട്ട് നിരന്തരം വിളിക്കുകയായിരുന്നു, ഫോൺ ഫ്രീ ആകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങയുടെ വാക്കുകൾ ഫലിച്ചു. ശ്രീകുമാരൻ തമ്പി സാർ വിളിച്ചു. ആലപ്പുഴയിൽ നിന്ന് കവിതയൊക്കെ ഞാൻ തിരുത്തി കൊടുത്തിട്ടുണ്ട് നല്ല പ്രായത്തിൽ. രൺജി പണിക്കർ, ഇപ്പോഴത്തെ ഏറ്റവും പ്രമുഖനായ ഗ്ലാമർ താരം സിനിമയിലെ ആ രൺജി പണിക്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ കിട്ടേണ്ടത് കിട്ടി. അങ്ങനെ ഒരുപാട് പേരുടെ വിളികൾക്ക് നടുവിൽ പഴയ പത്രപ്രവർത്തകൻ, ആ പഴയ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, അടിയന്തരാവസ്ഥക്കാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘത്തിന് സെക്രട്ടറി ആയിരിക്കുമ്പോൾ പ്രസിഡൻ്റായിരിക്കുന്നത് കുരിശുമൂട്ടിൽ ഈശോ മത്തായി എന്ന ജ്ഞാനസ്നാന പുസ്തകത്തിൽ തണ്ടപ്പേരുള്ള സാക്ഷാൽ KE മത്തായി എന്ന് പള്ളിക്കൂടത്തിൽ ഹാജർ പുസ്തകത്തിൽ പേരുള്ള പാറപ്പുറത്ത് എന്ന എഴുത്തുകാരൻ, അദ്ദേഹം പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറിയും. ആ ഭൂതകാലാകാശ വീതിയിലൂടെ സങ്കല്പ വായു വിമാനത്തിൽ സഞ്ചരിക്കുവാൻ വയലാർ പുരസ്കാരം എനിക്ക് പ്രേരണയായി. ആ വയലാർ രാമവർമ്മ കാട്ടുമുള്ളന്തണ്ടൊടിച്ചു നീ പാടിയ പാട്ടുകൾ ഞങ്ങളിൽ പൂത്തു, ഏറ്റുപാടാൻ ഞങ്ങൾ വന്നു, സർവം ഏറ്റുപാടാൻ ഞങ്ങൾ വന്നു, സർവം സഹ കാട്ടിത്തരുന്നില്ല നിന്നെ, അങ്കക്കൊടുങ്കാറ്റുകൾ ഉറങ്ങുന്നൊരി മൺകുടീരത്തിനു മുന്നിൽ പല വഴി സഞ്ചരിച്ചൊടുവിൽ ഞങ്ങൾ വന്ന് ഹൃദയങ്ങൾ കോർത്തു നിൽക്കുമ്പോൾ നീ കൂടിയുണ്ടായിരുന്നെങ്കിൽ മറ്റങ്ങ് നീ ഇവിടെ തന്നെയല്ലേ. ഞാൻ എഴുതിയ പാട്ടിന് സാർത്ഥകതയുണ്ടായത് അത് ചിട്ടപ്പെടുത്തിയ കുമരകൻ രാജപ്പനില്ല, അത് പാടിയ പട്ടണക്കാട് പുരുഷോത്തമനില്ല. എല്ലാ വർഷവും വയലാറിൽ നടക്കുന്ന രാമവർമ്മ അനുസ്മരണ സമ്മേളനത്തിൽ ഈശ്വരപ്രാർത്ഥനയ്ക്ക് പകരം ഈ പാട്ട് പാടിക്കൊണ്ട് മേദിനി ചേച്ചി, ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ സ്വകാര്യ ധിക്കാരമായിട്ടുള്ള മേദിനി ചേച്ചി ഈ പാട്ട് പാടിക്കൊണ്ടാണ് സമ്മേളനം തുടങ്ങുന്നത്. VT മുരളി ഇത് കാസറ്റിലുമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയെല്ലാമുള്ള ഈ ഭൂതകാല പരാക്രമങ്ങളുടെ പൊങ്ങച്ച സഞ്ചിയുടെ പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ ചിലതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു.